ദീർഘനേരമായിട്ട് ഈ ചർച്ച നയിക്കുമായിരുന്നു. പല ആളുകളുടെ അഭിഭാഷകരുണ്ടായിരുന്നു, സിനിമാ മേഖലയിലുണ്ടായവരുണ്ടായിരുന്നു. കേസെടുക്കണോ സർക്കാർ? കേസെടുക്കണം, കേസെടുത്തേ പറ്റൂ. സുമോട്ടോ കേസെടുക്കാൻ പറ്റും എന്നാണ് മുതിർന്ന അഭിഭാഷകരടക്കം നമ്മുടെ പല ചർച്ചകളിൽ പങ്കെടുത്ത ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത്. അഡ്വക്കേറ്റ് കാളിശ്വൻ രാജ് അടക്കമുള്ളവർ പറഞ്ഞ അങ്ങനെയാണ്. പരാതികൾ സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ഹേമ കമ്മിറ്റി ഒരു ജിയോയുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. കമ്മീഷനായിരുന്നെങ്കിൽ അതിൻ്റെ ഗൗരവം കുറച്ചുകൂടി മാറി തന്നെ. പക്ഷേ കമ്മീഷനല്ല, കമ്മിറ്റിയാണ്. പക്ഷേ കമ്മീഷനായിരുന്നെങ്കിൽ എന്താണത്, സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും അതുമേലൊരു ചർച്ച ഉണ്ടാവുകയൊക്കെ സഭയിൽ ചർച്ച ഉണ്ടാവുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ അതല്ല, അതൊരു കമ്മിറ്റിയാക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ ആ സമയത്ത് തന്നെ അതിൽ വെള്ളം ചേർത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് രഹസ്യമായിട്ട് അതിൽ ചില കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നൊരു തീരുമാനം തുടക്കത്തിലേ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ സുമോട്ടോ സർക്കാരിന് കേസെടുക്കാം. പരാതികൾ സർക്കാരിന് മുന്നിൽ ഉണ്ടെന്ന് പറയുമ്പോൾ വെറും മൊഴികൾക്കപ്പുറം മെറ്റീരിയൽ എവിഡൻസ് പോലുമുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു. ഇത് ഏറ്റവും ഗുരുതരമായ വിഷയമെന്നുള്ളത് സ്ത്രീകളെ ആക്രമിക്കുന്നു, സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം എന്നത് മാത്രമല്ല, പോക്സോ കേസുകൾ അടക്കമുണ്ട്. ഈ പോക്സോ കേസുകൾ അടക്കമുള്ള ഘട്ടത്തിൽ സർക്കാർ ഇതിൽ പരാതിയുമായി നിങ്ങൾ വന്നാൽ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെന്നൊക്കെ ഹേമ കമ്മിറ്റി വളരെ വിശദമായി തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മിണ്ടാൻ തയ്യാറാവാതെ, മൊഴി പറയാൻ തയ്യാറാകാതെ ഭയപ്പെട്ടിരുന്നവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഈ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതും ഇൻ ക്യാമറയാക്കി വളരെ രഹസ്യമായിട്ട് തന്നെ ആരും ഇവർ മൊഴി തരാൻ വരുമ്പോൾ മറ്റാരും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റാരും അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തി അങ്ങനെയൊക്കെയാണ് ഈ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇരകൾക്ക് കൃത്യമായി നീതി ഉറപ്പാക്കുക, അവരുടെ പേരുവിവരങ്ങൾ ഒരു തരത്തിലും പുറത്തു പോകരുത് എന്ന കൃത്യമായ നിലപാടോടു കൂടിയാണ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ ഈ വേട്ടക്കാരെ കൂടി സംരക്ഷിക്കുന്ന രൂപത്തിലേക്കാണ് സർക്കാർ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഒന്നും പുറത്തു വരരുത്, ആരുടെ കാര്യവും പുറത്തു വരരുത്. അങ്ങനെയല്ല ഹേമ കമ്മിറ്റി ഉദ്ദേശിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നമുക്ക് പുറത്തു വരാത്ത പേജുകളിൽ അതിലൊരു കേസെടുക്കാനുള്ള ആവശ്യം ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയുണ്ടെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അറിയില്ല, നമുക്ക് അതിൽ തെളിവുകളില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗൗരവത്തിലുള്ള വിഷയമാണ്. ആ പേജുകളിലെ ചില കാര്യങ്ങൾ പോലും പേര് വിവരങ്ങൾക്കപ്പുറമുള്ള ചില കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം ഇതിനകം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ കോടതിയിലേക്ക് പോകാം, കോടതിയിലേക്ക് ആവശ്യപ്പെടാം. കാരണം ഇത്രയും ഗുരുതരമായ തെളിവുകൾ പക്കൽ വെച്ചുകൊണ്ട് സർക്കാർ അതിൽ അടയിരിക്കുകയാണെങ്കിൽ അത് സർക്കാർ ചെയ്യുന്ന ക്രിമിനൽ കുറ്റമാണ്. അതായത് ഇത്രയും മെറ്റീരിയൽ എവിഡൻസ് സർക്കാരിൻ്റെ പക്കലുണ്ട് എങ്കിൽ അതിന്മേൽ നടപടിയെടുക്കേണ്ട സർക്കാരാണ്. സർക്കാർ ചെയ്തില്ലെങ്കിൽ സർക്കാരിനെതിരെ കേസ് പോകാവുന്നതാണ്, കോടതിയിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പരാതി കൊടുക്കൂ, ഞങ്ങളിതാ കൂടെയുണ്ട് എന്ന വാചകം ഈ ഇരകൾ ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. അവരുടെ അനുഭവങ്ങൾ അതാണ്, ഈ കാലം അത്രയും അവർ അനുഭവിച്ചത് അതാണ്. അപ്പോൾ അങ്ങനെ ആരും വരാതിരിക്കുക എന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് വേണം കരുതാൻ. ഇപ്പോൾ വളരെ എളുപ്പമാണ് ഈ കാര്യങ്ങളൊക്കെ പറയാൻ. അവർക്ക് വേണ്ട പ്രാഥമികമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കുക, ബാത്റൂം സൗകര്യം ഒരുക്കുക, അവർക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ള കാര്യങ്ങളിൽ ഒരു സമിതി ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ പറയാൻ വളരെ എളുപ്പമാണെന്നേ. ആ നിർദ്ദേശങ്ങളൊക്കെ വളരെ വിപ്ലവകരമായി മുന്നോട്ട് വയ്ക്കാനൊക്കെ എളുപ്പമാണ്. അതിലപ്പുറമാണ് ഈ സെക്ഷൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള പരാതികൾ. അതാണ് ഏറ്റവും ഇതിൽ പ്രധാനം. അതിൽ ഇക്കിളിപ്പെടുത്തുന്ന വിവരങ്ങളല്ല നമുക്ക് വേണ്ടത്. അതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ. പോക്സോ കേസ് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്മേൽ അടയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരു ന്യായീകരണവുമില്ല, അത് ഏത് സർക്കാരായാലും. അപ്പോൾ അതിന്മേൽ ഇനി നിങ്ങൾ പരാതിയുമായി വരണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അപ്പോൾ സർക്കാരിന് ഇനിയും സമയമുണ്ട്. ഇതുവരെ നടത്തിയ പ്രതികരണങ്ങൾ താല്പര്യമില്ലാതെ നിർബന്ധിതമായ സാഹചര്യത്തിൽ ഞങ്ങളിതാ റിപ്പോർട്ട് പുറത്തുവിടുന്നു എന്ന മട്ടിലാണ്. ഇതിലിപ്പോൾ ആത്യന്തികമായി ഇതിൻ്റെ തീരുമാനങ്ങൾ മുഴുവൻ ഹേമ കമ്മിറ്റിയുടെ മേലാണ് വെച്ചിരിക്കുന്നത് സർക്കാർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞു. ഇനി ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങേണ്ട കാര്യമല്ല സർക്കാരിൻ്റെ മുന്നിൽ പ്രധാനപ്പെട്ട ഗുരുതരമായ തെളിവുകളിൽ സർക്കാർ എന്ന നിലയ്ക്ക് സർക്കാരാണ് നടപടിയെടുക്കേണ്ടത്. അതിന് ഈ ഹേമ കമ്മിറ്റി പറഞ്ഞതിനപ്പുറം പോകില്ല എന്ന് പറയുമ്പോൾ അതിനുശേഷം വിവരാവകാശ കമ്മീഷൻ വന്നു, അതിനുശേഷം ഹൈക്കോടതി വന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഹൈക്കോടതി എന്താണ് പറഞ്ഞത്? ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്നല്ലേ വിവരാവകാശ കമ്മീഷൻ ആവർത്തിച്ച് ഈ റിപ്പോർട്ട് കൊടുത്തു തന്നെ. അപ്പോൾ ഹേമ കമ്മിറ്റി പറഞ്ഞതുകൊണ്ട് ഞങ്ങളിതാ ഒന്നും പറയുന്നില്ല എന്ന് പറയും. ഇന്ന് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് വാർത്താ സമ്മേളനത്തിൽ WCC എന്ന സംഘടനയുടെ പേര് ഏതെങ്കിലും ഘട്ടത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് ഡോക്ടർ അരുൺ കേട്ടിരുന്നു? ഞാൻ കേട്ടില്ല. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവം മുതൽ സർക്കാരിൻ്റെ ഇച്ഛാശക്തി ആർജവും അതിനുശേഷം ഇങ്ങനെ ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നു. കമ്മിറ്റിയെ വെറുതെ ഏൽപ്പിച്ചതാണോ?
അതിനു മുന്നിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. WCC എന്ന സംഘടന വന്നത്, അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നത്, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ WCC ഇപ്പോൾ എന്താ സർക്കാരിനെ ഇത് ചെയ്യാൻ നിർബന്ധിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഇന്നിപ്പോൾ അവർ യോഗം ചേർന്നിട്ട് ആ തീരുമാനത്തിലേക്ക് വരും. അവർ നിയമം കേസെടുക്കണമെന്നുള്ള ആവശ്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതിന്മേൽ അവർ നിർബന്ധം ചെലുത്തും. അപ്പോൾ അവരൊരു ശല്യക്കാരാണ്, WCC ശല്യക്കാരാണെന്ന രൂപത്തിലേക്ക് സർക്കാർ പോവുകയാണെന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പോൾ നിങ്ങൾ പരാതി നൽകൂ, ഞങ്ങൾ കേസെടുക്കാം എന്ന രൂപത്തിലല്ല. അങ്ങനെയാണെങ്കിൽ ഇരകൾക്കൊപ്പമാണ് എന്ന വാക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. Meet the editors.